ജോൺ ലാറ്ററൻ ബസിലിക്കയുടെ മുന്നിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത്. ഒഫീഷ്യലി റോമൻ ബിഷപ്പാണ് ഓരോ പാപ്പയും. അപ്പോൾ പാപ്പയുടെ കത്തീഡ്രലായിട്ടാണ് ലാറ്ററൻ പള്ളി അറിയപ്പെടുക. ലാറ്ററൻ പള്ളിയുടെ ഡെഡിക്കേഷൻ ഒരു തിരുനാളായി മാറുന്നത് അത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തിരുനാളായതുകൊണ്ടാണ്. അതുവരെ ഇല്ലാതിരുന്ന മതസ്വാതന്ത്ര്യം കൈവന്നു കഴിഞ്ഞപ്പോൾ സാഘോഷം ഈ പള്ളിയിലാണ് ക്രൈസ്തവർ ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ചത്. പള്ളിയുടെ മുഖപ്പ് നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള അതിസുന്ദരമായ ഒരു നിർമ്മിതിയാണ്. 1735 ഇതിൻ്റെ മുഖപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത്. അലസാൻഡ്രോ ഗലീലി ആയിരുന്നു മുഖ്യ ആർക്കിടെക്റ്റ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത കർത്താവ് മധ്യത്തിൽ നിൽക്കുന്ന വിധത്തിൽ 15 പ്രതിമകൾ മുഖപ്പിൽ അണിയിച്ചൊരുക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ തൊട്ടപ്പുറത്ത് സ്നാപയോഹന്നാനും അപ്പോസ്തലനായ യോഹന്നാനുമുണ്ട്. ഇനി മുഖപ്പിൽ ഒരു വലിയ ചരിത്ര സത്യം എഴുതപ്പെട്ടിട്ടുണ്ട്. ഓമിനും എക്ലേസിയാരും ഉർബീസ് എറ്റ് ഓർബീസ് മാത്തർ എത്ത് കാപ്പൂത്ത്. അതായത് ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരു വിശേഷണമാണ്. മദർ ആൻഡ് ഹെഡ് ഓഫ് ഓൾ ദ ചേർച്ചസ് ഇൻ ദ സിറ്റി ആൻഡ് ദ വേൾഡ്. റോമ നഗരത്തിലെയും ലോകത്തിലെയും അമ്മപ്പള്ളിയും തലപ്പള്ളിയുമാണ് ഇത്. പള്ളികളുടെ പള്ളിയാണിത് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ പള്ളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായി അറിയപ്പെടുന്നു? 1000 വർഷക്കാലത്തേക്ക് പാപ്പന്മാർ ഇവിടെയാണ് അവരുടെ താമസ സ്ഥലമാക്കി മാറ്റിയിരുന്നത്. 1870 വരെ പാപ്പന്മാരുടെ കിരീടധാരണവും നടത്തപ്പെടുന്നത് ഈ ബസിലിക്കകത്തായിരുന്നു. 1929 ഏറ്റവും പ്രധാനപ്പെട്ട ലാറ്ററൻ സന്ധി ഉടമ്പടി അതിൻ്റെ ഒപ്പുവെക്കൽ നടന്നതും ഈ ബസിലിക്കകത്താണ്. അതോടുകൂടിയാണ് വത്തിക്കാൻ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത്. 1309 1361 വളരെ ശക്തമായ അഗ്നിബാധ ഈ ബസിലിക്ക നേരിടേണ്ടി വന്നു. അതിന് ശേഷമാണ് വത്തിക്കാനിലേക്ക് പാപ്പമാർ അവരുടെ ആസ്ഥാനം മാറ്റുന്നത്. എങ്ങനെയായിരുന്നാലും പാപ്പായുടെ കത്തീഡ്രൽ എന്ന നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ബസിലിക്ക എന്ന നിലയിലും ഇന്നും ലാറ്ററൻ ബസിലിക്ക വിരാജിക്കുന്നു. കത്തോലിക്ക സഭയുടെ അമ്മ വീട് എന്ന് വേണമെങ്കിൽ ഈ പള്ളിയെ വിളിക്കാം. കാരണം ഏറ്റവും പുരാതനവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ പള്ളിയാണ് ലാറ്ററൻ ബസിലിക്ക. 4 മേജർ ബസിലിക്കകളിൽ ഏറ്റവും പഴയത്, ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ പള്ളി എംപറർ കോൺസ്റ്റന്റൈനാണ് നിർമ്മിക്കുന്നത് 324 AD. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. AD 64 നീറോ റോമ നഗരത്തിന് തീയിട്ട് ആ തീയുടെ ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് അവരെ ഒന്നടങ്കം പീഡിപ്പിച്ചു. അയാളുടെ ക്രൂരത അവിടെ മാത്രം നിലനിന്നിരുന്നില്ല, എല്ലായിടത്തും അയാളുടെ ക്രൂരത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൗസിയൂസ് ലഥറനൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാൾക്കെതിരെ ഗൂഢാലോചന നടത്തി ഇയാളെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. AD 65 ഇത്. ഇതറിഞ്ഞ പാടെ തന്നെ ഈ മനുഷ്യനെ നീറോ വധിച്ചു. അയാളുടെ പാലസ്, ലാറ്ററൻ പാലസ് കണ്ടുകെട്ടുകയും ചെയ്തു. പിന്നീടാണ് ചരിത്രം മാറി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായി മാറുന്നു. 313 എഡിക്റ്റ് ഓഫ് മിലാനിലൂടെ കത്തോലിക്ക സഭ ഔദ്യോഗിക മതമായി മാറുന്നു. കോൺസ്റ്റന്റൈൻ ലാറ്ററൻ പാലസ് പാപ്പയ്ക്ക് കൈമാറാൻ തീരുമാനമെടുക്കുന്നു. പോപ്പ് മിൽത്തിയാദസ് ആയിരുന്നു അന്നത്തെ പാപ്പ. പിന്നീട് അതിസുന്ദരമായ കൊത്തുപണികളും അലങ്കാരങ്ങളും കൂട്ടിച്ചേർത്ത് ഏറ്റവും സുന്ദരമായ ബസിലിക്കയായിട്ട് ഇത് രൂപാന്തരം ചെയ്യപ്പെടുന്നു. ഓർത്തു നോക്കുക, 1700 വർഷം പഴക്കമുള്ള
ഒരു പള്ളിയിലാണ് നമ്മളിപ്പോൾ. പള്ളിക്കകത്ത് അതിവിശുദ്ധ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഫ്രാൻസിസ്കോ ബൊറോമിനി ബറോക്കെ സ്റ്റൈലിലാണ് അകത്തളം ഒരുക്കിയിരിക്കുന്നത്. 324 AD കോൺസ്റ്റന്റ് ചക്രവർത്തി പാപ്പയ്ക്ക് കൈമാറിയതു മുതൽ ഈ ലാറ്ററൻ ബസിലിക്കയായി മാറിയ കൊട്ടാരം വീണ്ടും വീണ്ടും പുതിയ പുതിയ നിർമ്മിതികൾക്ക് വേണ്ടി ഒരുക്കപ്പെടാറുണ്ട്. അകത്തെ കാഴ്ചകൾ നിരവധിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മാമോദീസ മുറി ഇതിനകത്താണ്. കത്തീഡ്രൽ റൊമാന എന്ന പേരിൽ അറിയപ്പെടുന്ന പാപ്പാമാരുടെ സിംഹാസനവും ബസിലിക്കയ്ക്ക് അകത്തുണ്ട്. മുകൾ തട്ടിൽ എല്ലാ അപ്പോസ്തലന്മാരുടെയും അതിസുന്ദരമായ തിരുസ്വരൂപങ്ങൾ വരിവരിയായി നിരത്തി നിർത്തിയിട്ടുണ്ട്. പത്രോസ്ലീഹ ബലിയർപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന വുഡൻ ഓൾട്ടർ, മര അൾത്താര, അതുപോലെ തന്നെ സ്കാല സാങ്ക്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോളി സ്റ്റെയേഴ്സ്, ഇവയൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഹോളി സ്റ്റെയേഴ്സിലൂടെ പാപപരിഹാരാർത്ഥം പലരും മുട്ടിലിഴഞ്ഞ് നീങ്ങാറുണ്ട്. അതിക്ലേശകരമായ ഒരു കാര്യമാണത്. പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും ശിരച്ഛേദം നടത്തിയതിന് ശേഷമുള്ള ശിരസ്സുകളുടെ തിരുശേഷിപ്പുകളും ഇവിടെ മേൽത്തട്ടിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. റോമൻ സെനറ്റിൻ്റെ ഭാഗമായിരുന്ന ഹൗസിലെ ബ്രോൺസ് കവാടങ്ങൾ ഇപ്പോഴും ഈ ബസിലിക്കയ്ക്ക് അകത്ത് ഉണ്ട്. ഇങ്ങനെ അതിസുന്ദരമായിട്ടുള്ളതും ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമായ കുറേയേറെ കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബസിലിക്കയിൽ. ഈ ബസിലിക്കയുടെ സീലിംഗ് ഗിയക്കോമോ ദെലപോർത്ത ഒരുക്കിയ ദൃശ്യ വിസ്മയം തന്നെയാണ്. പല രാഷ്ട്രങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സ്വർണവും പത്തരമാറ്റ് സ്വർണ്ണ പാളികളും ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണ് മിക്ക ഭാഗങ്ങളും. ഈ സീലിങ്ങുകളിൽ പാപ്പമാരുടെ ഔദ്യോഗിക ചിഹ്നങ്ങളും മറ്റും വളരെ സുന്ദരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ ചുമരുകളിലൊക്കെ കോൺസ്റ്റന്റൈൻ്റെ മാനസാന്തരം, കോൺസ്റ്റന്റൈൻ്റെ നവീകരണങ്ങൾ, കത്തോലിക്ക മതത്തിന് നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങളുടെ സംഭവ ചരിത്ര രേഖകൾ, ഇവയൊക്കെ പള്ളിക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സഭയുടെ ചരിത്രം വിശ്വാസ ജീവിതത്തിൻ്റെ ചരിത്രമാണ്. സഭയുടെ വളർച്ച വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. അതെല്ലാം മായാത്ത മുദ്രകളായിട്ട് ചുമരുകളിൽ പതിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അകത്ത് ഒരു വേദോപദേശ ക്ലാസിൻ്റെ സെറ്റിംഗ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ചരിത്ര വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൂടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളകത്ത് പ്രവേശിക്കുമ്പോൾ ഒരു വേദപാഠാലയത്തിലേക്കും അതുപോലെ തന്നെ ഒരു ചരിത്രാലയത്തിലേക്കും പ്രവേശിക്കുന്ന അനുഭവമാണ് ആദ്യം ഉണ്ടാവുക. പിന്നീട് നമ്മൾ കർത്താവിൻ്റെ അൾത്താരയിൽ വന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞ് ക്രിസ്തീയ ചൈതന്യത്താൽ നിറയുന്നു. പള്ളിയിൽ നിന്ന് മടങ്ങാൻ സമയമായി. ഇപ്പോഴും തീർത്ഥാടകരുടെ പ്രവാഹം നിലച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷെ വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന 100 കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണുന്നത്. എങ്ങനെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഇടം ഒരുക്കിയെടുക്കാൻ സാധിച്ചു? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. അമ്പരപ്പും അതിശയവും എന്നെ വന്ന് പൊതിയുന്നു. മനുഷ്യ നിർമ്മിതിയാണോ ഇതെന്ന് ചോദിച്ചു പോകും. അതും വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെ ഇതുപോലൊരു ഭവനം ഒരുക്കിയെടുത്തു? ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഉത്തരങ്ങളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും നന്ദിയോടുകൂടി മടങ്ങിപ്പോകുന്നു. കുറേ നേരം ഈ പള്ളിയിലിരുന്ന് ധ്യാനിച്ചു. അധികം ആൾക്കൂട്ടത്തിലേക്ക് ഞാൻ കടന്നു ചെന്നില്ല. സെയിൻറ്റ് അഗസ്റ്റിനോട് ആര് ചോദിച്ചു, സഭയുടെ പ്രശ്നം എന്താണ്? സെയിൻറ്റ് അഗസ്റ്റിൻ സിമ്പിളായിട്ട് പറഞ്ഞു, സഭയുടെ പ്രശ്നം നീയും ഞാനുമാണ്. ജീവിതം കൊണ്ട് ആ പ്രശ്നം മാറ്റാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്,
എൻ്റെ ജീവിതം കൊണ്ടാണ് സഭയിലെ പ്രശ്നങ്ങൾ മാറ്റാൻ ഞാൻ ശ്രമിക്കേണ്ടത്. ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ വിലയാണ് സഭ. ഒരുപാട് പേരുടെ ആത്മസമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ് സഭ ഇவ்விധം വളർന്നത്. ഞാനെന്താണ് സഭയ്ക്ക് വേണ്ടി നൽകുന്നത്, ക്രിസ്തുവിന് വേണ്ടി നൽകുന്നത്, ലോകത്തിന് വേണ്ടി നൽകുന്നത്? ചോദ്യത്തിന് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തണം. നല്ല ഉത്തരം കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കട്ടെ. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അതിരാജകീയമായ ഈ ബ്രഹ്മാണ്ഡ പള്ളിയിൽ നിന്നും അതീവ ലാളിത്യത്തോടെ ജീവിച്ച ഒരു പള്ളിയിലച്ചൻ്റെ ജീവിതത്തിലേക്കാണ് ഇനി യാത്ര. പള്ളിയിലച്ചന്മാരുടെ പ്രത്യേക മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി അച്ഛൻ ജീവിച്ച് മരിച്ച കുഗ്രാമത്തിലെ കൊച്ചു പള്ളിയിലേക്കുള്ള ഈ യാത്ര നമ്മളെ വിശുദ്ധിയിലേക്കും ലാളിത്യത്തിലേക്കും മാറ്റിമറിക്കും. തീർച്ച. വരിക.